ഡാറ്റയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം. മാധ്യമങ്ങൾ അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും മെല്ലെ മെല്ലെ അതിലേക്ക് വരുന്നുണ്ട് മാധ്യമങ്ങൾ. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതും സജീവമായി നിലനിർത്തുന്നതും. അദ്ദേഹം എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ സർക്കാർ ഡാറ്റ ചോർത്തിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഡാറ്റ ചോർത്തുക സർക്കാർ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സർക്കാരിൻ്റെ ഡാറ്റയാണ്, സർക്കാരിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, അത് നിയമപരമാണ്, അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് സർക്കാർ നിലപാട്. ഒരു വകുപ്പിൻ്റെ ഡാറ്റ മറ്റൊരു സർക്കാർ വകുപ്പ് ഉപയോഗിക്കുന്നു, അതും സർക്കാരിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ജീവനക്കാർക്ക് സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ടാണല്ലോ. ജീവനക്കാരുടെ ഡാറ്റകൾ സൂക്ഷിക്കുന്ന സ്പാർക്കിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നത് സർക്കാരിൻ്റെ ഭാഗമാണ്, തലവനാണ് മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ചോർത്തൽ നടന്നിരിക്കുന്നത് എന്ന ചോദ്യമാണ് സർക്കാർ ഉയർത്തുന്നത്. കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിലും അക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് സംസ്ഥാന സർക്കാർ. എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? സംസ്ഥാനത്ത് നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മാതൃക പെരുമാറ്റച്ചട്ടം നിലവിലില്ലെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമായും പറയുന്നു സർക്കാർ. ജീവനക്കാരുടെ വിവരങ്ങൾ മൂന്നാമതൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ കൈമാറിയിട്ടില്ല. കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമാണ്. ജീവനക്കാരുടെ വിവരങ്ങൾ മൂന്നാമതൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ കൈമാറിയിട്ടില്ല. കേരള സ്റ്റേറ്റ് IT മിഷൻ മുഖേനയാണ് സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാനായി KSITM ഒരുക്കിയ വാട്സപ്പ് പ്ലാറ്റ്ഫോമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമായും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സർക്കാർ ഡാറ്റ സർക്കാർ ഉപയോഗിക്കുന്നു. സർക്കാർ ഉപയോഗിക്കാനാണല്ലോ സർക്കാരിൻ്റെ ഡാറ്റ. ജീവനക്കാർക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലൂടെയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. അവിടെ ഒരു രാഷ്ട്രീയ പ്രചാരണം നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് DA അനുവദിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഏറെക്കാലത്തെയും ആവശ്യമാണല്ലോ, ഈ മാസം ശമ്പളത്തോടൊപ്പം ഇത്ര ശതമാനം DA ലഭിക്കും, അടുത്ത മാസം ശമ്പളത്തോടൊപ്പം ഇത്ര ശതമാനം DA ലഭിക്കും എന്ന് ജീവനക്കാരെ അറിയിക്കുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് നിർവഹിച്ചത്. അതാണ് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സന്ദേശത്തിൽ തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനയോ വോട്ടു തേടലോ ഇല്ല. മുഖ്യമന്ത്രിയുടെ സന്ദേശം ഭരണനിർവഹണത്തിൻ്റെ ഭാഗമാണ്. എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ് മുഖ്യമന്ത്രിയെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദേശങ്ങൾ അയക്കാമെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ കൃത്യമായും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്പാർക്ക് എന്ന ഏജൻസി ശമ്പള ആവശ്യത്തിന് മാത്രമുള്ളതല്ല. ജീവനക്കാരുടെ HR സംബന്ധിയായ എല്ലാ കാര്യങ്ങളും സ്പാർക്കിലാണ് നിർവഹിക്കുന്നത്. ജീവനക്കാരെ നയപരമായ തീരുമാനങ്ങൾ അറിയിക്കാനും ഈ സംവിധാനം ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ളതാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശമെന്നും ഹൈക്കോടതിയെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമായും വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ യാതൊരു തെറ്റുമില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കത്താണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് മാധ്യമങ്ങൾക്ക് വിശദീകരണം നൽകിയിരിക്കുന്നത്, കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ ഡാറ്റകൾ സർക്കാരിനെ ഉപയോഗിക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ ഡാറ്റ ശേഖരിക്കുന്നത്? എങ്ങനെയാണ് പുതിയ കാലത്ത് ജീവനക്കാർക്ക് വിവരങ്ങൾ കൈമാറാൻ കഴിയുക? വിവരങ്ങൾ കൈമാറാൻ പുതിയ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? ഇനിയിപ്പോൾ ഓഫീസുകൾ ആവുകയാണ്. ഓഫീസുകളാകുമ്പോൾ ഓഫീസിൽ പരാതി നൽകുന്നവർക്കും ഓഫീസിൽ കിടക്കുന്ന ഫയലുകളിലെ വിവരങ്ങൾ തേടുന്നവർക്കുമൊക്കെ സർക്കാർ സന്ദേശം അയച്ചാൽ അതും ഡാറ്റ ചോർത്തലാകുമോ എന്ന ചോദ്യമൊക്കെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ വലിയ തിരിച്ചടിയൊന്നും സർക്കാരിന് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത്.